ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടാണ് 2-3 ആഴ്ചകളായി നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവോടും റസൂലിനോടുമുള്ള ഹുബ്ബിൻ്റെ അഥവാ സ്നേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം അതിൻ്റെ വൈകാരിക തലമാണ്. അതെങ്ങനെയാവണമെന്ന് കഴിഞ്ഞ ഒരു ഖുതുബയിൽ വേണ്ടതുപോലെ നമ്മൾ വിശദീകരിച്ചു. അള്ളാഹുവോടും റസൂലിനോടുമുള്ള ഹുബ്ബിൻ്റെ രണ്ടാമത്തെ തലം അള്ളാഹുവിനുള്ള ഇത്വാഅത്തും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാഉമാണ്. ഇത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണം, ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ അനുഗമനം അഥവാ പിന്തുടരുക എന്നാണ് അർത്ഥം. അള്ളാഹുവെയും റസൂലിനെയും അനുസരിക്കുകയും പ്രവാചകനെ പിന്തുടരുകയും ചെയ്യുക. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവോടുള്ള റസൂലിനോടുള്ള ഹുബ്ബിൻ്റെ വളരെ സുപ്രധാനമായ ഭാഗമാണ്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആൻ വചനത്തിലും അള്ളാഹു പറയുന്നത്. സൂറ ആലു ഇമ്രാനിൽ അള്ളാഹു പറയാൻ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ പ്രവാചകരെ നിങ്ങൾ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഉനി, നിങ്ങൾ എന്നെ പിന്തുടരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു തആല പറയാണ്, പ്രവാചകരെ എന്താ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക എന്ന് പ്രവാചകരെ നിങ്ങൾ പറയുക. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്നേഹം കൈപ്പറ്റാൻ സാധിക്കും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പുറത്തു തരുന്നവനും അങ്ങേയറ്റം കരുണയുള്ളവനുമാണ്. അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഴിയെ പിന്തുടരലാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഉൻസിലത് ഫീ ഖൗമിൻ ഖാലു അലാ അഹദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വചനം ഒരു ജനതയിലാണ് ഇറങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ പറഞ്ഞിരുന്നു, ഇന്നാ നുഹിബ്ബു റബ്ബനാ, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ നല്ലതുപോലെ സ്നേഹിക്കുന്നു. മുഹമ്മദേ, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ നല്ലതുപോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു ജനതയുടെ വിഷയത്തിലാണ് ഈ വചനം ഇറങ്ങിയത്. ഫഅമറല്ലാഹു നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അലാമത സ്ദിഖികും ഫീമാ കുൻതും മിൻ ദാലിക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്, ഇൻ കുൻതും സ്വാദിഖീന ഫീമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, ഇന്നാ നുഹിബ്ബു റബ്ബനാ, നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന നിങ്ങളുടെ വാക്കുണ്ടല്ലോ, അതിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പ്രവാചകരോട് പറയാണ്, ഫത്തബിഉനി എന്ന് പറയണം. നിങ്ങൾ എന്നെ പിൻപറ്റണം, എന്നെ പിന്തുടരണം എന്ന് പറയണം. ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണമാണ്. കാരണം ഫഇന്ന ദാലിക അലാമതു സ്ദിഖികും ഫീമാ കുൻതും മിൻ ദാലിക്, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ സത്യസന്ധരാണ് എന്നതിന്റെ അടയാളമാണ് നിങ്ങൾ പ്രവാചകനെ പിന്തുടരുക എന്ന് പറയുന്നത്. അതല്ലാതെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതിന്റെ കൃത്യമായ അടയാളം നിങ്ങൾ പ്രവാചകനെ പിന്തുടരലാണ്. അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ സ്നേഹം നിങ്ങളുടെ കർമ്മജീവിതത്തിൽ പ്രകടമാവണം. തുടർന്നുള്ള വചനത്തിലും അത് തന്നെയാണ് അല്ലാഹു തആല സൂറ ആല ഇംറാനിൽ വിശദീകരിക്കുന്നത്. അല്ലാഹു പറയാൻ, ഖുൽ അത്വീഉല്ലാഹ വർ-റസൂല ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഖുൽ പ്രവാചകരെ നിങ്ങൾ പറയണം, അത്വീഉല്ലാഹ
നിങ്ങൾക്ക് അള്ളാഹുവോട് റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ്. ഫയൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അത് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹു നിഷേധികളെ, അള്ളാഹു ധിക്കാരികളെ ഇഷ്ടപ്പെടുന്നവനല്ല. ആരാണ് ധിക്കാരികൾ? ആരാണ് ഇവിടെ ധിക്കാരികൾ എന്ന് പറഞ്ഞത്? അള്ളാഹുവെയും റസൂലിനെയും അനുസരിക്കാത്ത ആളുകൾ. അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. പ്രവാചകനുള്ള ഇത്താഅത്തിലും ഇത്തിബായിലുമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതിന്റെ മാതൃക സ്വഹാബിമാരാണ്. ഇന്നത്തെ നമ്മുടെ ഖുതുബയിൽ നമ്മൾ കാര്യമായി വിശദീകരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ, സ്വഹാബിമാർ റസൂലിനോടുള്ള ഇത്തിബായിൽ പുലർത്തിയ അതീവ ജാഗ്രത. ജാഗ്രത എന്ന് പറയുക സാധ്യമല്ല, അതീവ ജാഗ്രത, അങ്ങേയറ്റത്തെ സൂക്ഷ്മത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തികൾ പിന്തുടരുന്നതിൽ, പ്രവാചകന്റെ മൗനാനുവാദത്തെ ഉൾക്കൊള്ളുന്നതിൽ, പ്രവാചകന്റെ വാക്കുകളെയും പ്രവർത്തികളെയും പിന്തുടരുന്നതിൽ മഹാന്മാരായ സ്വഹാബിമാർ പ്രകടിപ്പിച്ച അതീവ ജാഗ്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഖുതുബയിൽ കാര്യമായി വിശദീകരിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്വഹാബത്തു ഹും സലഫു ഹാദിഹിൽ ഉമ്മ. സ്വഹാബിമാർ എന്ന് പറഞ്ഞാൽ അവരെ സമുദായത്തിലെ മുന്നണി പോരാളികളാണ്. മുമ്പേ നടന്നവർ, പ്രവാചകനോടൊപ്പം നടന്നവർ. എങ്ങനെ നടന്നു? സാറു അലാ ത്വരീഖിർ റസൂലി വമിൻഹാജഹു കാമിലാ. സാറു അലാ ത്വരീഖിർ റസൂലി വമിൻഹാജിഹി കാമിലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ തന്നെ അവർ സഞ്ചരിച്ചു. വമിൻഹാജിഹി കാമിലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മസരണിയിൽ, ആ കർമ്മസരണിയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടവർ സഞ്ചരിച്ചു. അതാണ് സ്വഹാബിമാർ. റസൂലുള്ളാഹിന്റെ വഴിയിലും പ്രവാചകന്റെ കർമ്മ സരണിയിലുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഈ ഉമ്മത്തിലെ മുന്നണി പോരാളികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ അനുധാവനം ചെയ്യുന്നതിൽ, അനുഗമിക്കുന്നതിൽ അവർ പ്രകടിപ്പിച്ച ജാഗ്രത, അത് നമ്മൾ പഠിക്കേണ്ടതാണ്, അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അബൂ സഈദുൽ ഖുദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ 2 ചെരുപ്പുകളും ഊരി ഇടതുഭാഗത്ത് വെച്ചു. ഇത് കണ്ട് സ്വഹാബിമാരും അവരുടെ എല്ലാം ചെരുപ്പുകൾ ഊരി ഇടതുഭാഗത്ത് വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്? പ്രവാചകരെ, നിങ്ങൾ ചെയ്തത് ഞങ്ങൾ കണ്ടു. നിങ്ങൾ ചെയ്തത് കണ്ടപ്പോൾ ഞങ്ങളും അത് ചെയ്തു, അത്രമാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ജിബ്രീല അതാനി ഫഅഖ്ബറനി അന്ന ഫീഹിമാ ഖദറ. ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ ചെരുപ്പിൽ മാലിന്യമുണ്ടെന്ന്. എൻ്റെ ചെരുപ്പിൽ മാലിന്യമുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് ദിവ്യബോധനം നൽകിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ റസൂലുള്ള ചെയ്തത് കണ്ട് അതുപോലെ ചെയ്യുന്ന ഒരു രീതി, അതായിരുന്നു സഹാബിമാരുടെ രീതി എന്ന് പറയുന്നത്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുകയാണ്, ഇദാ ജാഅ അഹദുകും മിനൽ മസ്ജിദി ഫൽയൻദുർ. നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ നല്ലതുപോലെ നോക്കണം. അയാളുടെ വസ്ത്രവും അയാൾ ധരിച്ചിട്ടുള്ള കാര്യങ്ങളുമെല്ലാം നല്ലതുപോലെ നോക്കണം. ഫഇദാ റആ കദറൻ ഔ വദാ ഫൽയംസഹു. അയാളുടെ ശരീരത്തിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലുമോ മാലിന്യമോ വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ കണ്ടാൽ അത് നീക്കിക്കൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് അയാൾ പ്രവേശിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു കാര്യം അവരെ പഠിപ്പിക്കുകയാണ്. പക്ഷെ അത് പഠിപ്പിക്കുന്ന സാഹചര്യം എന്താ? റസൂലുള്ള തന്റെ ചെരുപ്പൂരി ഇടതുഭാഗത്ത് വെച്ചപ്പോ സ്വഹാബിമാരും അതുപോലെ ചെയ്തു. എന്തിനാ നിങ്ങൾ ഊരിയത്? പ്രവാചകരെ, നിങ്ങൾ ഊരിയത് ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യത്തിൽ പ്രവാചകനെ പിന്തുടരുമ്പോ പ്രവാചകരെ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പോലും അവർ ചോദിക്കുന്നില്ല.
പ്രവാചകൻ ചെയ്യുന്നത് കാണുന്നു, അതതുപോലെ ചെയ്യുന്നു. അതായിരുന്നു സ്വഹാബത്തിന്റെ ഇത്തിബാഉർ റസൂലിലുള്ള മാതൃക എന്ന് പറയുന്നത്. പ്രവാചകന്റെ പ്രവർത്തികളെ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും അവരതുപോലെ പിന്തുടർന്നു എന്നുള്ളതാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാൻ, മസ്ജിദിൽ വെച്ച് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ഇരിക്കാൻ കൽപ്പിച്ചു. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് എല്ലാവരോടും ഇരിക്കാൻ കൽപ്പിച്ചു. അത് കേട്ട് എല്ലാവരും ഇരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്ന സന്ദർഭമായിരുന്നു. പള്ളിയിലേക്ക് വരുന്ന അവസ്ഥയിലാണ് അദ്ദേഹം പള്ളിയുടെ കവാടത്തിന്റെ അടുക്കൽ എത്തുമ്പോഴാണ് റസൂലുള്ളാഹി പറയുന്നത് എല്ലാവരോടും ഇരിക്കൻ എന്ന്. പ്രവാചകൻ അത് പറയുന്നത് കേട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ കവാടത്തിൽ തന്നെ ഇരുന്നു. കാരണം എവിടെ നിന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കേട്ടത് അവിടെ തന്നെ ഇരിക്കുക, ആ സമയത്ത് തന്നെ അത് പ്രാവർത്തികമാക്കുക. അതായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരുടെ മാതൃകയെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇബ്നു മസ്ഊദ് വാതിൽപ്പടിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, തആൽ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ ലാ തജ്ലിസ് ഇൻദൽ ബാബി തഖദ്ദം ഇലാ സുഫൂഫിർ റിജാൽ, വാതിലിന്റെ അടുക്കൽ ഇരിക്കരുത്, പുരുഷന്മാർ അണിനിരന്നിരിക്കുന്ന ഈ ഭാഗത്തേക്ക് വന്ന് ഇവിടെ ഇരിക്ക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. പ്രവാചകന്റെ വാക്ക് എവിടെന്ന് കേൾക്കുന്നോ, ഏതവസ്ഥയിൽ കേൾക്കുന്നോ, ഒട്ടും താമസിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും അവരെ പിന്തുടരുകയായിരുന്നു. സഹോദരങ്ങളെ, അങ്ങനെ ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ അതിന്റെ കാരണം അന്വേഷിക്കാതെ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പിന്തുടരുമായിരുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖദ ഖാതമൻ മിൻ ദഹബിൻ ഫത്തഖദ അന്നാസു മിസ്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണം കൊണ്ടുള്ള ഒരു മോതിരം ആദ്യഘട്ടത്തിലാണ്. സ്വർണം കൊണ്ടുള്ള ഒരു മോതിരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരലുകളിൽ അതല്ലെങ്കിൽ തൻ്റെ ഒരു വിരലിൽ റസൂലുള്ള സ്വർണം കൊണ്ടുള്ള ഒരു മോതിരം ഉപയോഗിച്ചു. അപ്പൊ സ്വഹാബിമാരും അതേപോലെ സ്വർണ്ണമോതിരം ഉപയോഗിച്ചു. പക്ഷെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ അൽബസുഹു അബദാ, ഇനി ഒരു കാലത്തും ഞാൻ സ്വർണ്ണമോതിരം ധരിക്കില്ല, ഒരു കാലത്തും ഞാൻ സ്വർണ്ണമോതിരം ധരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വർണ്ണമോതിരം ഒഴിവാക്കുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മത്തഖദ ഖാതമൻ മിൻ ഫിദ്ദത്തിൻ ഫത്തഖദ അന്നാസു ഖവാതീമൽ ഫിദ്ദ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിമോതിരം ഉണ്ടാക്കി, വെള്ളിമോതിരം തന്റെ വിരലിൽ അണിഞ്ഞു. അപ്പോൾ സ്വഹാബിമാർ, പ്രവാചകൻ സ്വർണ്ണമോതിരം ഒഴിവാക്കിയപ്പോൾ സ്വഹാബിമാരും ഒഴിവാക്കി. പ്രവാചകൻ വെള്ളിയുടെ മോതിരം ഉപയോഗിച്ചപ്പോ സ്വഹാബിമാരും അതുപോലെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകന്റെ ഓരോ വാക്കിലും, പ്രവാചകന്റെ ഓരോ പ്രവൃത്തിയിലും ആദ്യഘട്ടത്തിൽ സ്വർണം ഉപയോഗിച്ചു. പിന്നെ നമുക്കറിയാം പുരുഷന്മാരെ സ്വർണം ധരിക്കാൻ പാടില്ല എന്ന ആ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം റസൂലുള്ളാഹി അത് ഉപേക്ഷിക്കുന്നത്. പിന്നീട് വെള്ളി ഉപയോഗിച്ചപ്പോൾ എല്ലാവരും വെള്ളി ഉപയോഗിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ പ്രവാചകന്റെ ആ പ്രവൃത്തിയിൽ പ്രവാചകനെ അതുപോലെ പിന്തുടരുകയാണ്. പ്രവാചകൻ ഒഴിവാക്കിയപ്പോൾ ഒഴിവാക്കി, പ്രവാചകൻ ഉപയോഗിച്ച് ഇരുന്ന കാലത്ത് ഉപയോഗിച്ചു. അങ്ങനെയായിരുന്നു മഹാന്മാരായ സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ, പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ, പ്രവാചകന്റെ ചര്യകളെ, പ്രവാചകന്റെ നടപടിക്രമങ്ങളെ പിന്തുടർന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ നിസ്കരിക്കാൻ തിടുക്കം കാട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹവും പ്രാർത്ഥിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് തന്നെ തന്റെ ഒട്ടകത്തെയും മുട്ടുകുത്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ച ഇടത്ത് ഓരോ യാത്രകളിലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാദങ്ങൾ വെച്ച ഇടത്ത് തന്നെ അദ്ദേഹത്തിന്റെയും കാൽപ്പാദങ്ങൾ വെച്ചു. റസൂലുള്ള വെച്ച അതേ രൂപത്തിൽ തന്നെ വെച്ചു.
അതാണ് പ്രവാചക സ്നേഹത്തിൽ നിന്ന്, അതാണ് ഹുബ്ബുർ റസൂലിൽ നിന്ന് ഉടലെടുക്കുന്ന ഇത്തിബാ എന്ന് പറയുന്നത്. ഹദീസ് ഉദ്ധരിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച അതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചു. റസൂലുള്ളാഹി ഉപയോഗിച്ച വാക്കുകൾ മനസ്സിൽ വരാതെ പോയാൽ, മറന്നുപോയാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൽക്കാലം ആ ഹദീസ് ഉദ്ധരിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും സ്വഹാബിമാരെ പിന്തുടർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമാവുമ്പോൾ പിന്തുടർന്നു, താല്പര്യങ്ങൾക്കെതിരാവുമ്പോൾ പിന്തുടർന്നില്ല എന്ന രീതിയല്ല. അങ്ങനെ ഒരു രീതിയും സമീപനവും പലപ്പോഴും പലരുടെയും ഭാഗത്ത് ഇക്കാലത്ത് കാണാറുണ്ട്. പക്ഷേ സുന്നത്തുർ റസൂലിനെ സ്വഹാബ ഇത്തിബാ ചെയ്തത് അപ്രകാരമായിരുന്നില്ല. മറിച്ച് അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും എതിരായാൽ പോലും പ്രവാചകന്റെ കൽപ്പനയെ അവർ അനുസരിച്ചു എന്നുള്ളത്. റസൂലിനെ അവർ തള്ളിക്കളഞ്ഞില്ല. ഒരു ഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ തിരസ്കരിച്ചില്ല. ചരിത്രത്തിൽ നിന്നുള്ള ചില ശകലങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ജനിതക വൈകല്യം മൂലം വിരൂപനായൊരു സ്വഹാബിയായിരുന്നു ജുലൈബീബ് റളിയല്ലാഹു അൻഹു. വിരൂപനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അങ്ങേയറ്റം ദരിദ്രനുമായിരുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ജുലൈബീബ്, നിനക്കെന്താ വിവാഹം ചെയ്യണ്ടേ, കല്യാണം കഴിക്കണ്ടേ? ജുലൈബീബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കൊക്കെ ആര് പെണ്ണ് തരാനാണ്, എനിക്കൊക്കെ ആര് വിവാഹം ചെയ്ത് തരാനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ജുലൈബീബ് വിഷമിക്കണ്ട, നീ ഇന്നാലിന്ന സ്വഹാബിയുടെ അടുക്കലേക്ക് പോകണം, ആ സ്വഹാബിയുടെ മകളെ തനിക്ക് വിവാഹം ചെയ്തു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സ്വഹാബിയുടെ മകളെ വിവാഹാന്വേഷണം നടത്താനാണ് തന്നയക്കുന്നത്. ഇക്കാര്യം ആ സ്വഹാബിയോട് പറയണം. പ്രമുഖനായ സ്വഹാബിയായിരുന്നു, സമ്പന്നനായ സ്വഹാബിയായിരുന്നു. ആ സ്വഹാബിയുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരിക വൈകല്യമുള്ള അങ്ങേയറ്റം ദരിദ്രനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയാണ്. ആ സ്വഹാബിയുടെ അടുക്കലേക്ക് ജുലൈബീബ് റളിയല്ലാഹു അൻഹു എത്തിപ്പെടുന്ന രംഗമുണ്ട്. എങ്ങനെയാണ് ഇക്കാര്യം ഈ സ്വഹാബിയോട് പറയുക? ഇത്ര സമ്പന്നനായ പ്രമുഖനായ സ്വഹാബിയോട് എങ്ങനെയാണ് ജുലൈബീബ് ഇക്കാര്യം പറയുക? അദ്ദേഹത്തിന് തന്നെ പ്രയാസം. ആ മനോധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ഏതായാലും അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മകളെ വിവാഹാന്വേഷണം നടത്താൻ എന്നെ പറഞ്ഞയച്ചതാണ്. ആർക്ക് വേണ്ടി? മറ്റാർക്കോ വേണ്ടിയാണ് എന്നൊരു തോന്നൽ ആദ്യം ഉണ്ടാവുമല്ലോ. പക്ഷേ ജുലൈബീബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു, എനിക്ക് വേണ്ടി തന്നെയാണ്, തനിക്ക് വേണ്ടിയോ? ഒന്നും പറഞ്ഞില്ല. പക്ഷേ അങ്ങേയറ്റം വിഷമത്തിൽ അയാൾ അകപ്പെട്ടുപോയി, അങ്ങേയറ്റം പ്രതിസന്ധിയിൽ അദ്ദേഹം ആ സ്വഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം അകപ്പെട്ടുപോയി. ജുലൈബീബിനെ അയച്ചിട്ടുള്ളത് റസൂലാണ്. പക്ഷേ ജുലൈബീബ് വന്ന കാര്യമോ അദ്ദേഹത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ള ജുലൈബീബിനെ എങ്ങനെയാണ് മടക്കി അയക്കുക? എങ്ങനെയാണ് പോസിറ്റീവ് മറുപടിയില്ലാതെ മടക്കി അയക്കുക? വലിയ പ്രയാസം. ഏതായാലും ഈ വിഷമഘട്ടത്തിൽ ആ സ്വഹാബി പറയാണ്, എനിക്കെന്റെ ഭാര്യയോട്, കുട്ടിയുടെ ഉമ്മയോടൊന്ന് അന്വേഷിക്കണം, കുട്ടിയുടെ ഉമ്മയോട് അന്വേഷിക്കണം, ഉമ്മയുടെ അഭിപ്രായം കൂടി അറിയട്ടെ. സ്വഹാബി മറുപടി പറഞ്ഞു. പക്ഷേ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യമറിഞ്ഞ ആ മാതാവ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരു വേള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിട്ടുള്ളത് എന്ന് പോലും ഓർക്കാതെ ആ മാതാവ്, കാരണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു കരുതലുണ്ട്, നമുക്കുമുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഓരോ കരുതലുകൾ. ആ കരുതൽ നല്ലതുപോലെ ആ മാതാവിനുണ്ടായിരുന്നു. ആ മാതാവ് പറഞ്ഞു, എൻ്റെ സുന്ദരിയായിട്ടുള്ള എൻ്റെ മകൾ, എത്രയോ ആളുകൾ, നല്ല നല്ല സുമുഖന്മാരായ ചെറുപ്പക്കാർ, അവരെ വിവാഹാന്വേഷണം നടത്തിയിട്ടും ഞാൻ അവരെയെല്ലാം മടക്കി വിട്ടതാണ്. എന്നിട്ടാണോ വികൃതനായ വിരൂപനായ ജുലൈബീബ് എൻ്റെ മകളെ വിവാഹാന്വേഷണം നടത്താൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. സഹോദരങ്ങളെ, വിറച്ചുകൊണ്ടാണ്
ആ മാതാവിന് പറഞ്ഞത്? പ്രവാചകനാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത് എന്ന കാര്യം പോലും ഒരു നിമിഷ നേരത്തേക്ക് അവർ മറന്നുപോയി എന്ന് പറയേണ്ടി വരും. പക്ഷേ ആ പെൺകുട്ടി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി രംഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മയുടെ കാർക്കശ്യം കണ്ട് നിരാശയായി ജുലൈബി റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുന്ന രംഗം അവർ കണ്ടു. അവർക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ പെൺകുട്ടിക്ക് വല്ലാത്ത വിഷമം തോന്നി. പ്രിയ മാതാവിനോട് അവർ ചോദിച്ചു, മാതാവേ, പ്രവാചകനല്ലേ, അള്ളാഹുവിന്റെ ദൂതനല്ലേ ജുലൈബീബിനെ ഇങ്ങോട്ട് അയച്ചത്? പ്രവാചകന്റെ കൽപ്പന മാനിക്കാതെ അവിടുന്ന് പറഞ്ഞു വിട്ട വ്യക്തിയെ അപമാനിച്ചു വിട്ടത് ശരിയാണോ? നമുക്ക് വേണ്ടി ആ മനുഷ്യനെ അള്ളാഹുവിന്റെ റസൂല് തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നന്മയുണ്ടാവും. ആ മനുഷ്യനെ തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെയും ബാധ്യതയല്ലേ? എന്നല്ല, ആ മനുഷ്യനെ, റസൂലുള്ള ഇഷ്ടപ്പെട്ട ആ മനുഷ്യനെ, റസൂലുള്ള നമുക്ക് വേണ്ടി തൃപ്തിപ്പെട്ട ആ മനുഷ്യനെ പ്രവാചകന്റെ കൽപ്പനയെ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായി ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയല്ലേ? റസൂലുള്ളയുടെ കൽപ്പന ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമല്ലേ? അതല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ആ മാതാവിന്, ആ പെൺകുട്ടി ഓതി കേൾപ്പിക്കുകയാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും പാടുള്ളതല്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം, അല്ലാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനത്തെക്കാൾ വലിയ ഒരു ഇഷ്ടം അവർക്ക്, വേറൊരു ഇഷ്ടം അവർക്കുണ്ടാവാൻ പാടില്ല, വേറൊരു തെരഞ്ഞെടുപ്പ് അവർക്കുണ്ടാവാൻ പാടില്ല. ജുലൈബീബിനെയാണ് നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ തൃപ്തിപ്പെട്ടിട്ടുള്ളതെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഉൾക്കൊള്ളാൻ, പ്രവാചകന്റെ വിധിയും പ്രവാചകന്റെ തീരുമാനവും ഉൾക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിച്ചാൽ നിശ്ചയം അയാൾ വ്യക്തമായ വഴികേടിലാണ് അകപ്പെട്ടിട്ടുള്ളത്. അതായിരുന്നു സ്വഹാബിമാർ. അവരുടെ വിവാഹ കാര്യത്തിലാണെങ്കിലും അവരുടെ കുടുംബകാര്യത്തിലാണെങ്കിലും റസൂലുള്ള ഇടപെടുമ്പോ അവിടെ പ്രവാചകരെ നിങ്ങൾ ഇടപെടണ്ട, അത് ഞങ്ങളുടെ കാര്യമാണ്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊരിക്കലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടില്ല. റസൂലുള്ള ഒരു നിർദ്ദേശം വെച്ചാൽ ആ നിർദ്ദേശത്തിൽ ആത്യന്തികമായ ശരിയും നന്മയും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാഹ്യമായ ചില പൊരുത്തക്കേടുകൾ പ്രകടമായി തോന്നിയാൽ പോലും അവസാനത്തെ ശരി റസൂലുള്ള പറഞ്ഞതായിരിക്കും എന്ന ഒരു ബോധ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കൽപ്പനകളെയും അവർ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഒരുപാട് ചരിത്രമുണ്ട് സഹോദരങ്ങളെ. ഉഖബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്, മക്കയിൽ ജീവിച്ചിരുന്ന മഹാനായ സ്വഹാബി. അദ്ദേഹം അബൂ ഇഹാബിന്റെ മകളെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു സ്ത്രീ വന്നുകൊണ്ട് ഉഖബക്കും അദ്ദേഹം വിവാഹം ചെയ്ത സ്ത്രീക്കും അവർ മുലയൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉഖബയുടെയും അദ്ദേഹം വിവാഹം ചെയ്ത സ്ത്രീയുടെയും മുലകുടി ബന്ധത്തിലുള്ള മാതാവാണ് ഞാൻ. ഒരു സ്ത്രീ വന്ന് പറയാൻ, ഉഖബ, താങ്കൾ വിവാഹം ചെയ്തിട്ടുള്ളത് താങ്കളുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയെയാണ്. മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയെ വിവാഹം ചെയ്യാൻ പാടില്ല. മുലകുടി ബന്ധത്തിലെ സഹോദരിയെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഖുർആൻ പറഞ്ഞതാണ്. ഉഖബ, നിങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. എന്നാ മാതാവ് വന്നുകൊണ്ട്, മുലകുടി ബന്ധത്തിലെ മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയാൻ, നിങ്ങൾക്കും ഞാൻ ഫീഡിംഗ് നിർവഹിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള ആ സഹോദരി ഉണ്ടല്ലോ, ആ സ്ത്രീ ഉണ്ടല്ലോ, അവർക്കും ഞാൻ മുല കൊടുത്തിട്ടുണ്ട്. മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയായി നിങ്ങളുടെ അടുക്കലുള്ളത്. ഉഖബ റളിയല്ലാഹു അൻഹു ആകെ പ്രയാസപ്പെട്ടു. ഉഖബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ എനിക്ക് മുലകുടി നൽകിയതായിട്ടുള്ള യാതൊരു അറിവും എന്റെ ഭാഗത്തില്ല. നിങ്ങളാവട്ടെ, ഞാൻ വിവാഹം ചെയ്യുന്നതിന്റെ മുമ്പ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുമില്ലല്ലോ.
ഇനി അതൊന്നുകൂടി ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഉഖബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബമായ ബനൂ ഇഹാബിന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. അവരുടെ ഭാര്യയ്ക്ക് ഈ സ്ത്രീ ഇങ്ങനെ മുലകുടി ബന്ധത്തിൽ മാതാവായി മാറിയിട്ടുണ്ടോ, ഏതെങ്കിലും ഘട്ടത്തിൽ മുലകുടി നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ, അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും ഘട്ടത്തിൽ മുലയൂട്ടിയിട്ടുണ്ടോ എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത്, ദൂതനെ പറഞ്ഞയച്ചത്. പക്ഷേ അബൂ ഇഹാബിന്റെ കുടുംബക്കാരും വീട്ടുകാരും പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആ സ്ത്രീ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിക്ക് മുലയൂട്ടിയതായിട്ടുള്ള അറിവ് ഞങ്ങളുടെ ഭാഗത്തില്ല. മക്കയിലായിരുന്നു പറഞ്ഞതുപോലെ ഉഖബ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ മസ്അല ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മദീനയിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. റസൂലുള്ളാഹിനോട് മസ്അല ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ വഖദ് ഖീൽ. ഉഖബ എന്ത് ചെയ്യാനാണ്? അവരത് പറഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യാനാണ്? അവരത് പറഞ്ഞു പോയില്ലേ? അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിലോ, അതറിയാതെ പോയതാണെങ്കിലോ, അത് ശ്രദ്ധയിൽപ്പെടാതെ പോയതാണെങ്കിലോ? ഉഖബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയെ ഏറെ സ്നേഹിച്ചിരുന്നുവെങ്കിലും രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ കുറച്ചു കാലം ജീവിച്ച് ആ സ്നേഹമൊക്കെ മനസ്സിൽ പൂണ്ടുപോയിട്ടുണ്ടെങ്കിലും, ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും അള്ളാന്റെ റസൂലാ കൽപ്പിച്ചത്. അതുകൊണ്ട് രണ്ടുപേർക്കും പിരിയേണ്ടി വന്നു, വിവാഹമോചനം ചെയ്യേണ്ടി വന്നു. അതാണ് സഹോദരങ്ങളെ പ്രവാചകന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ അവരുടെ വീട്ടുകാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, അവരുടെ വൈവാഹിക കാര്യങ്ങളിൽ, അവരുടെ വൈയക്തികമായ എല്ലാ കാര്യങ്ങളിലും റസൂലുള്ള ഇടപെടുകയാണ്. നബിയെ, നിങ്ങളതിൽ ഇടപെടണ്ട, അതിലൊന്നും ഇടപെടാനുള്ള അധികാരം നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയിട്ടില്ല എന്ന് സ്വഹാബിമാരിൽ ഒരാളും പറഞ്ഞിട്ടില്ല. കാരണം റസൂലുള്ള പഠിപ്പിച്ചത് എന്താണ്? സഹാബത്തിനെ മാത്രമല്ല വിശ്വാസി സമൂഹത്തെ മുഴുക്കയും പഠിപ്പിക്കുന്നത് എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുന്നില്ല അയാളുടെ ദേഹേച്ഛ ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നത് വരെ, അയാളുടെ താല്പര്യങ്ങളെല്ലാം അയാൾ ത്യജിച്ചുകൊണ്ട്, അയാൾ ത്യാഗം ചെയ്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതിന് ആത്യന്തികമായി ശരിയാണെന്ന് മനസ്സിലാക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുന്നില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അതിന്റെ ശരിയായ പ്രയോഗവൽക്കരണമായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. റസൂലുള്ളാഹിന്റെ തീരുമാനം ശരിയല്ലെന്ന് ഒരു ഘട്ടത്തിലും അവർ പറഞ്ഞില്ല. കാരണം ആധുനിക ശാസ്ത്രവും പറയുന്നത് റസൂലുള്ളാഹിയുടെ നിലപാടുകളായിരുന്നു അതിലെല്ലാം ശരിയെന്ന. ഡോക്ടർ ഇബ്രാഹിം റാവി പറയാൻ, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ്, സാധാരണ ഒരു ഭക്ഷണം പോലെയല്ല മുലപ്പാൽ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ മുലപ്പാലിലൂടെ ആഹരിക്കുന്ന ശിശുവിലേക്ക് സ്ത്രീയുടെ പ്രകൃതി സ്വഭാവങ്ങളും മറ്റ് ശാരീരിക പ്രത്യേകതകളും സംക്രമിക്കുന്നുണ്ട്. ശിശുവിൽ പുതുതായി ഉണ്ടാകുന്ന കോശങ്ങളിലും ഉമ്മയുടെ മുലപ്പാൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരേ ഉമ്മയുടെ മുല കുടിച്ച ഒരാണും പെണ്ണും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത വിധം ഒന്നായിത്തീരുന്നുണ്ട്, സഹോദരന്മാരായി മാറുന്നുണ്ട്. അവരുടെ മാതാവിൽ നിന്ന് കേവല ഭക്ഷണമല്ല അവർക്ക് ലഭിച്ചിട്ടുള്ളത്, അവരുടെ രക്തബന്ധം പോലെ തന്നെ അവരെ അടുപ്പിക്കുന്ന ഒരു സാഹോദര്യ ബന്ധമാണ് യഥാർത്ഥത്തിൽ മുലപ്പാലിലൂടെ അവരുടെ മാതാവിൽ നിന്ന് അവർ നേടിയിട്ടുള്ളത്. അതാണ് ആധുനിക ശാസ്ത്രവും ആധുനിക വൈദ്യശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന ഗൗരവപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് ഡോക്ടർ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഇബ്രാഹിം റാവി എന്ന് പറയുന്ന പണ്ഡിതൻ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കർക്കശമാക്കിയാൽ, ഖുർആൻ പറഞ്ഞു നിഷിദ്ധമാണെന്ന് പറഞ്ഞു, അത് മതി. അതിന് പുറമെ റസൂലുള്ള ആ കാര്യം കർക്കശമാക്കുക കൂടി ചെയ്താൽ അത് സൂക്ഷ്മതയോടുകൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സ്വഹാബി ഇങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബത്തിലേക്ക് ആളയക്കുന്നു, അവിടെയും നിൽക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മദീനയിലേക്ക് ചെന്ന് അന്വേഷിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞപ്പോ കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും
അവർ നിർബന്ധിതരായിക്കൊണ്ട് വിവാഹമോചനത്തിന്റെ വഴി തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതാണ് അവസാനത്തെ ശരിയെന്ന്, അതാണ് ആത്യന്തികമായ ശരിയെന്ന് ഉൾക്കൊള്ളാൻ മഹാന്മാരായ സ്വഹാബിമാർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ചരിത്ര വിശദാംശങ്ങൾ കേട്ട ശേഷം 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. എന്താണ്? ഖുർആൻ പോലെ തന്നെ പ്രധാനമാണ് സുന്നത്ത് എന്നതാണ് ഒന്നാമത്തെ കാര്യം, അതല്ലെങ്കിൽ ഒന്നാമത്തെ പാഠം എന്ന് പറയും. 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ഖുർആൻ പോലെ തന്നെ പ്രധാനമാണ് പ്രവാചകന്റെ ചര്യയും. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല, സകല മേഖലകളിലും. ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലും, മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും, അതുപോലെ സാമൂഹിക ജീവിതത്തിലും, ജീവിതത്തിന്റെ നാനാവശങ്ങളിലും എങ്ങനെയാണോ സ്വഹാബത്ത് ഈ സുന്നത്തിനെ പ്രാവർത്തികമാക്കിയത്, അതുപോലെ പ്രാവർത്തികമാക്കാൻ വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും സാധ്യമാവേണ്ടതുണ്ട്. ആരാധനാ രംഗത്ത് റസൂലുള്ളാഹ് നിർവഹിച്ചതുപോലെ ഞങ്ങൾ നമസ്കരിച്ചു കൊള്ളാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ ദിക്റും സ്വലാത്തും നിങ്ങൾ ചൊല്ലിക്കൊള്ളാം. പക്ഷെ സാമ്പത്തിക ജീവിതത്തിലേക്കൊന്നും പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ കടന്നു വരണ്ട. അവിടെ പലിശയിൽ അധിഷ്ഠിതമായ ജീവിതം, അവിടെ നിഷിദ്ധങ്ങളിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ജീവിതം, ഇത് ഇത്തിബാഉർ റസൂലല്ല. ഇതല്ല റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്ന രീതി, ഇതല്ല സഹാബത്തിന്റെ രീതി എന്ന് പറയുന്നത്. മറിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റസൂലുള്ളാഹ് ഞങ്ങളുടെ നായകനാണ്. റസൂലുള്ളാഹ് എവിടെ ഞങ്ങളുടെ നായകൻ? മതജീവിതത്തിൽ ഞങ്ങളുടെ നായകൻ, മതനേതാവാണ്. ചില ആളുകൾ പറയാൻ, വിശ്വാസികൾ പറയേണ്ട കാര്യമല്ല അത്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് പല സ്വാർത്ഥന്മാരും വഞ്ചകരുമാണ് ഞങ്ങളുടെ നേതാക്കൾ. ആത്മീയ രംഗത്ത് റസൂലുള്ളാഹിയാണ് നേതാവ്, രാഷ്ട്രീയ രംഗത്തെ നേതാവോ പല സ്വാർത്ഥന്മാരും വഞ്ചകന്മാരും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരായ ആളുകൾ, അവരാണ് നേതാക്കൾ. ഇങ്ങനെ പറയുന്നവനല്ല വിശ്വാസി. ഇതല്ല ഇത്തിബാഉർ റസൂൽ എന്ന് പറയുന്നത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാർഗദർശിയായിട്ട് കാണുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ സ്വഹാബിമാർ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വശത്ത് ആത്മീയമായി നായകനായിട്ട് അംഗീകരിക്കുകയും രാഷ്ട്രീയമായി അബൂജഹലിന്റെ നായകത്വം സ്വീകരിക്കുകയും ചെയ്തോ? ഇല്ല. കാരണം അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവരെ റസൂലുള്ളാഹിയെ ഫോളോ ചെയ്തവർ ആകുമായിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹിയുടെ എല്ലാ നിർദ്ദേശങ്ങളെയും, പ്രവാചകന്റെ ആത്മീയ നിർദ്ദേശങ്ങൾ മാത്രമല്ല, മതനിർദ്ദേശങ്ങൾ മാത്രമല്ല, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, നാഗരിക, രാഷ്ട്രീയ മേഖലകളിലെ മുഴുവൻ നിർദ്ദേശങ്ങളെയും മുഴുവനായും ഉൾക്കൊള്ളാൻ സ്വഹാബത്തിന് സാധ്യമായി. അതാണ് സ്വഹാബത്തിന്റെ ഇത്തിബാഉർ റസൂൽ എന്ന് പറയുന്നത്. രണ്ടാമതായി പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതിനെ പൂർണ്ണമായും വർജിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജാഗ്രതയോടെ പിന്തുടർന്ന സ്വഹാബത്തെ കാണിച്ചു തരാത്ത സകല ബിദ്അത്തുകളെയും കൈവെടിയുക എന്നുള്ളതാണ്. നബിയും സ്വഹാബത്തും കാണിച്ചു തരാത്ത, പഠിപ്പിച്ചു തരാത്ത ബിദ്അത്തുകളെ, അനാചാരങ്ങളെ കൈവെടിയുക. ഇതാണ് പ്രവാചക സ്നേഹത്തിന്റെ, പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇത്തബിഉ വലാ തബ്തദിഉ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റിൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റിൻ, വലാ തബ്തദിഉ, നിങ്ങൾ മതകാര്യങ്ങളിൽ പുതുതായിട്ട് തുടങ്ങരുത്. ഇത് ദീനാണ്, ഇത് ശരീഅത്താണ്. ഇതിൽ പുതുതായി തുടങ്ങാൻ നിങ്ങൾക്ക് അധികാരമില്ല. മൗലിദാഘോഷമാണെങ്കിലും, ജീലാനി ദിനം ആചരിക്കലാണെങ്കിലും, ഉറൂസുകളാണെങ്കിലും, അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ച വഴിപാടുകളാണെങ്കിലും എല്ലാം ഓരോ കാലത്ത് ഓരോരുത്തരായി തുടങ്ങിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പരിചയപ്പെടുത്താത്ത ആചാരങ്ങൾ, ഇത് ചെയ്യാൻ പാടില്ല, ഇത് കൈവെടിയണം. ഇത് കൈവെടിയുക എന്ന് പറയുന്നത് ഇത്തിബാഉർ റസൂലിന്റെ വഴിയാണ്. അതാണ് ഇത്തിബാഉർ റസൂൽ. വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, നിങ്ങൾ മതത്തിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയും സൂക്ഷിക്കണേ. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്, അത് അനാചാരങ്ങളാണ്. എല്ലാ അനാചാരങ്ങളും വഴികേടിലുള്ളതാണ്, അതിനെ നിങ്ങൾ വർജിക്കണം.
ഇത്തിബാഉർ റസൂലിന്റെ രണ്ടാമത്തെ വടിയെന്ന് പറയുന്നത് ബിദ്അത്തുകളെ പൂർണ്ണമായും കൈവെടിയുക എന്നുള്ളതാണ്. മൂന്നാമതായി പറയാനുള്ളത് നബിചര്യയുടെ ആധുനികവും സമകാലികവുമായ പ്രസക്തി സമൂഹത്തെ നല്ലതുപോലെ ബോധ്യപ്പെടുത്തുക. ഒരു വശത്ത് ബിദ്അത്തുകളിങ്ങനെ സമൂഹത്തിൽ ഓരോ കൊല്ലവും പുതുതായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, മറുവശത്ത് സുന്നത്ത് നിഷേധവും വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഖുർആൻ മാത്രം മതി എന്ന് ശക്തമായി ഒരു വിഭാഗം വാദിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഖുർആന് പോലും എതിരാണ്. ഖുർആൻ മാത്രം മതി എന്ന വാദം ഖുർആന് പോലും എതിരാ. കാരണം അല്ലാഹു പറഞ്ഞത് വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഓ പ്രവാചകരെ, നിങ്ങൾക്ക് നാം ഈ ഉത്ബോധനം ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. നിങ്ങൾക്ക് അവതീർണമായ കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. നിങ്ങൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് വിശദീകരിക്കേണ്ടത് പ്രവാചകനാണ്. പ്രവാചകന്റെ ജീവിതമാണ് ഈ ഖുർആന്റെ വിശദീകരണം എന്ന് പറയുന്നത്. പ്രവാചക ജീവിതത്തിന്റെ മനോഹാരിതയിലാണ് ആധുനിക ലോകം പോലും ഖുർആനിനെ മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, അമേരിക്കൻ ചരിത്രകാരനായ മൈക്കൽ എച്ച് ഹാർട്ട് ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വ്യക്തിത്വങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെയാൾ പ്രവാചകനാണ്. ദ 100 റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദി ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ 100 വ്യക്തിത്വങ്ങളെ മൈക്കൽ ഹാർട്ട് അവതരിപ്പിക്കുമ്പോ അതിലൊന്നാമതായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ ദൂതനെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഹോദരങ്ങളെ, അതാണ് പ്രവാചകന്റെ സവിശേഷത എന്ന് പറയുന്നത്. അതാണ് പ്രവാചക വ്യക്തിത്വത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ജോൺ നഡയാർ എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രന്ഥകാരനാണ്, മാനേജ്മെന്റ് വിദഗ്ധനായിട്ടുള്ള എഴുത്തുകാരൻ, ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം. അദ്ദേഹം മാനേജ്മെന്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയ ഗ്രന്ഥമാണ് ദ ലീഡർഷിപ്പ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം, അള്ളാന്റെ റസൂലിന്റെ നേതൃത്വം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ എല്ലാം ചേർന്നതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്തിന്റെ സമകാലിക പ്രസക്തി സമൂഹത്തെ നല്ലതുപോലെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. ഈ 3 ബാധ്യതകളും നല്ലതുപോലെ നിർവഹിക്കുവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.